ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയാണ്. അതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിളുകളും, അതിൽ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഏതൊരു എക്സാമിനും നല്ല സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഉണ്ടായാലേ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലെയും സദ്യക്കുള്ള അവിയൽ എന്ന പോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമ്മുടെ ഭരണഘടനയിലെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 3 പ്രധാനമായിട്ട് ഇതിനെ പറ്റി പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് പ്രധാനമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത്. ഈ പാർട്ട് 3 നമ്മളൊരു ഓമന പേര് വിളിക്കും. ആ ഓമന പേരാണ് മഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ എവിടെയാണ്? ഭരണഘടനയിലെ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടുമുള്ള റൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. ഇതാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റി 14 മുതൽ 18 വരെ, റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് 29 മുതൽ 30 വരെ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. ഓക്കെ, ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു പ്രിഫേസായി. സെറ്റല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് ഇന്ന് പഠിക്കുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റിയും റൈറ്റ് ടു ഫ്രീഡവുമാണ്. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ 14 14 മുതൽ 18 വരെ, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുന്നേ എല്ലാവരും തുല്യരാണ് അല്ലേ? ഞാനും തുല്യരാണ്, നിങ്ങളും തുല്യരാണ്. അപ്പം ഇക്വാളിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷനുകളിൽ നിന്നുള്ള, വിവേചനങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. ദെൻ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾക്കുള്ള ഇക്വാളിറ്റി. ആർട്ടിക്കിൾ 70 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അപ്പം റൈറ്റ് ടു ഇക്വാളിറ്റി 14 പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ ആണ്. 15 പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ ആണ്. ആർട്ടിക്കിൾ 16 പറയുന്നത് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ്. ആർട്ടിക്കിൾ 17 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ആർട്ടിക്കിൾ 18 പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിലാണ്. സോ നമ്മൾ ഏതൊരു എക്സാം ആയി നോക്കിയാലും ശരി, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ നമുക്ക് തന്നിട്ട് ചോദിക്കും ഇത് ഏതുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം. ഇപ്പോൾ ഇനി 15 എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. 16 എന്ന് എന്താന്ന് പറയാം? ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. നേരെ അടുത്തതിലേക്ക് പോകുന്നു. റൈറ്റ് ടു ഫ്രീഡം ആണ്. ആർട്ടിക്കിൾ 20 പറയുന്നത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 21A ഞാൻ പറഞ്ഞതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ് ആണ്. എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ആർട്ടിക്കിൾ 21A. അത് മറക്കരുത്. ഓക്കെ, ആർട്ടിക്കിൾ 22 എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി പഠിച്ചു, റൈറ്റ് ടു ഫ്രീഡം പഠിച്ചു. ഇനി ആർട്ടിക്കിൾ 19 ഉണ്ട്. ആർട്ടിക്കിൾ 19 നമ്മൾ പറയുന്നത് നമുക്കിവിടെ താമസിക്കാനുള്ള അവകാശം, മൂവ്മെൻറ്റിനുള്ള അവകാശം, സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, അസോസിയേഷൻസ് രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19. സെറ്റല്ലേ? അപ്പോൾ 19 പറയുന്ന അസോസിയേഷൻസും മൂവ്മെൻറ്റിനും ഉള്ള ഫ്രീഡം. ആർട്ടിക്കിൾ 20 പറയുന്നത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലൈഫ്
ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 22 പറയുന്നത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. സെറ്റാണോ? സെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കൂടുതൽ കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, ബൈ ബൈ.